PR അനൂപ് കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം മുഖ്യമായി മുന്നം വെച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വൈറസ് പടർത്തുകയായിരുന്നു ഈ രാജ്യത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് BR അംബേദ്കറുടെ ജന്മദിനമാണ്. ആ ആഘോഷ ചടങ്ങിൽ എങ്ങനെയാണ് അംബേദ്കറെ കോൺഗ്രസ് അവമതിച്ചത്, എങ്ങനെയാണ് ഭരണഘടനയെ അവമതിച്ചത്, എങ്ങനെയാണ് ഈ ഭരണഘടനാ പ്രൊവിഷൻസ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ടൂൾ ആക്കിയത് തുടങ്ങിയ ആ നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം പുരോഗമിക്കുന്നത്. ഒപ്പം അദ്ദേഹം വഖഫ് ഭേദഗതി നിയമം സാമൂഹ്യ നീതി കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് ഈ പ്രസംഗത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം? അംബേദ്കറോടുള്ള മോദി സർക്കാരിന്റെ അമിത്ഷായുടെ സമീപനമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്തിനാണ് നിങ്ങൾ അംബേദ്കറെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്? അംബേദ്കറുടെ ദൈവമാണോ എന്നൊക്കെ ചോദിക്കുകയും അതിനു നേരെ അനിതര സാധാരണമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ? മുസ്ലിം വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വഖഫ് എന്ന. ബിൽക്കിസ് ബാനുവിന്റെ ചരിത്രം, ഗുജറാത്ത് കലാപകാലത്ത് നടന്ന കാര്യങ്ങൾ, എമ്പുരാൻ സിനിമയൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇവിടെ വഖഫ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിനകത്ത് വംശീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്, സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അന്യായമായി സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് മുസ്ലിങ്ങളെ ഇറക്കി വിടണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായൊരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന് ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും. ഇത് കോൺഗ്രസിന്റെ ഒരു പുതിയ നിലപാടല്ല. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം തന്നെ വഖഫ് മുസ്ലിം സ്വത്തുക്കളുടെ സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സംസാരിച്ചത് എന്താ? ഹിന്ദുക്കളുടെ മുഴുവൻ മംഗല്യ സൂത്രങ്ങൾ എടുത്ത് മുസ്ലിങ്ങൾ അത് കൈയടക്കി വെച്ചിരിക്കുന്നു. ഹിന്ദുക്കളെ മുഴുവൻ വിഭവങ്ങളാണ് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും സംസാരിക്കാത്ത വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വർഗീയതയുടെ ഭാഷയാണ് ഈ നരേന്ദ്രമോദി പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ലല്ലോ. ഇപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഓർഗനൈസറിൽ വന്ന ലേഖനമുണ്ട്. അതും പോകട്ടെ, ഇന്ന് ബോധിഗയയിലെ ബുദ്ധഭിക്ഷുക്കൾ സമരത്തിലാണ്. അവർ ഒരു ഹിന്ദുമത ക്ഷേത്രമായി ബീഹാറിലെ ബോധിഗയ പരിവർത്തനം ചെയ്യുന്നതിനെതിരെ ബുദ്ധമത ഭിക്ഷുക്കൾ രാജ്യവ്യാപകമായി ബുദ്ധമതക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി സംഘപരിവാർ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ നിർമ്മിച്ച, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രതിരോധിക്കും. അതിനെ കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി പറഞ്ഞാൽ അത് ഞങ്ങൾ ഒരു അംഗീകാരമായിട്ടാണ് കരുതുന്നത്. കാരണം ഈ രാജ്യത്ത് നിർമ്മിച്ചത്, ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത്, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത, വൈവിധ്യങ്ങൾ, അതൊക്കെ സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാ. അപ്പൊ ഈ രാജ്യത്തെ ഈ വൈവിധ്യങ്ങളെ, ബഹുസ്വരതകളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വംശീയ പദ്ധതിയുമായി നരേന്ദ്രമോദിയുടെ സർക്കാർ പോകുമ്പോൾ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നതാണ് ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ക്ലാരിറ്റിയുടെ ഒരു കുറവുമില്ല. ഇവിടെ ഒരു ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, അത് മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, മറ്റു മത ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, അവരുടെ വ്യതിരക്തതകൾ, അവരുടെ വ്യത്യസ്തതകൾ, അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ നിന്നുള്ള ഉറപ്പ് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കും എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടാണ്. മോദിയും അമിത്ഷായും കണ്ണുരുട്ടിയാൽ അത് പേടിക്കില്ല, കീഴടങ്ങില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി.